Algebra rules for gradient. First, a constant multiple rule. Gradient of kf is equal to k into gradient of f, where k is any number. Next, sum rule. Gradient of f plus g is equal to gradient of f plus gradient of g. And third one, difference rule. Gradient of f minus g equal to gradient of f minus gradient of g. Then product rule. Gradient of fg equal to f into gradient of g plus g into gradient of f. Then next quotient rule, gradient of f by g equal to g into gradient of f minus f into gradient of g divided by g square. Okay, now one example, verifying these equations. F of xy equal to x minus y, g of xy equal to 3y, and gradient of f equal to, in this case, gradient of f is equal to dou f by dou xi. Dou f by dou x is 1, so 1i minus dou f by dou y, that is 1j. Gradient of g equal to dou f by dou x 0, 0i plus dou f by dou y 3j. Then if we take k equal to 2, then gradient of 2f, verify. So, we will take particular value k2 gradient of 2f is equal to gradient of 2x minus 2y. F is this one, so 2f is 2x minus 2y. That is equal to gradient, that is dou f by dou x divided I plus dou f by dou yj. So, that is equal to 2 into del f. Gradient of f plus g equal to gradient of f plus gradient of g എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് പ്ലസ് ജി കാണുക, അതുപോലെ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് പ്ലസ് ഗ്രേഡിയൻ്റ് ഓഫ് ജി കാണുക, രണ്ടും സെയിം ആണെന്ന് കാണിക്കുക. അതുപോലെ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് മൈനസ് ജി കാണാം. ഗ്രേഡിയൻ്റ് ഓഫ് എഫ് മൈനസ് ജി ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് എഫ് മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് ജി. ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ജി കാണുക, എഫിൻ്റെ ജി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അതിൻ്റെ ഗ്രേഡിയൻ്റ് കാണുക, ദാറ്റ് ഈസ് ഗ്രേഡിയൻ്റ് ഓഫ് ജി ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് എഫ് പ്ലസ് എഫ് ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യുക. അതുപോലെ gradient of f plus g is equal to gradient of x minus y divided by 3y, that is gradient of x divided by 3y minus 1 by 3. So that is equal to g into gradient of f minus f into gradient of g divided by g square. So ഒന്നെങ്കിൽ ഇതുപോലെ പ്രൂവ് ചെയ്യുക, അതല്ലെങ്കിൽ gradient of f by g കണ്ടുവയ്ക്കുക, then g into gradient of f minus f into gradient of g divided by g square കാണുക, എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കുക. ഓക്കെ, സിമ്പിൾ പ്രോബ്ലംസ് ആണ്, ട്രൈ ചെയ്യാം. Then functions of 3 variable. ഇപ്പോൾ 2 വേരിയബിൾ ഫംഗ്ഷൻസ് നമ്മൾ കണ്ടത്, അതിൻ്റെ ഗ്രേഡിയൻറ്റും ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ കണ്ടു. 3 വേരിയബിളാണ് വരുന്നതെങ്കിൽ ഒരു ടേം കൂടി കൂടുതൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഫംഗ്ഷൻ 3 വേരിയബിളാണ് ഫംഗ്ഷനിൽ വരുന്നുണ്ടെങ്കിൽ, എക്സ് വൈ ഇസഡും ഉണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ, ഒരു ടേം കൂടിയുണ്ട്. അതുപോലെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെൽ എഫ് ഡോട്ട് യു എന്ന് നമ്മൾ കണ്ടു. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഫംഗ്ഷൻ 3 വേരിയബിൾസ് വരുന്ന കേസിൽ അവിടെ ഒരു ടേം കൂടി എക്സ്ട്രാ വരും, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു യു വൺ. ഡെൽ എഫ് എന്ന് പറയുന്നത് ദിസ് വൺ, യു എന്ന് പറയുന്നത് യു വൺ ഐ പ്ലസ് യു ടു ജെ പ്ലസ് യു ത്രീ കെ. സോ രണ്ടിനെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു യു വൺ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു യു ടു പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു യു ത്രീ. സോ ദിസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. നൗ 2 വേരിയബിൾസിൻ്റെ കേസിൽ പ്ലെയിനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസിൽ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെയും ഓക്കെയാണ്. ദാറ്റ് ഈസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡെൽ എഫ് ഡോട്ട് യു, ദെൻ എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി കോസ് തീറ്റ. സോ ദിസ് വൺ മോഡ് ഡെൽ എഫ് മോഡ് യു കോസ് തീറ്റ, ദെൻ യു യൂണിറ്റ് വെക്ടർ ആണ്, മോഡ് യു 1 ആണ്, സോ മോഡ് ഡെൽ എഫ് കോസ് തീറ്റ. ദെൻ അഗെയിൻ ഇതിൻ്റെ മാക്സിമം ഇൻക്രീസ് വരുന്നത് ഡെൽ എഫിൻ്റെ ഡയറക്ഷനിൽ, മാക്സിമം ഡിക്രീസ് വരുന്നത് മൈനസ് ഡെൽ എഫിൻ്റെ ഡയറക്ഷനിൽ. മാക്സിമം ഇൻക്രീസ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് absolute value mod del f, then maximum decrease വരുന്ന വാല്യൂ മൈനസ് mod del f, നോ ചേഞ്ച് വരുന്ന del f ന് ഓർത്തോഗണൽ ആയിട്ട് ഡയറക്ഷനിൽ. Then one problem, find the derivative of f of xy z equal to x cube minus 3 x cube minus xy square minus z at p naught 110 in the direction of v equal to 2y minus 3j plus 6k. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദിസ് വൺ. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു യൂണിറ്റ് വെക്ടർ വേണം. ഇപ്പോൾ ഈ വി എന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ യു കാണണം. യു ഈക്വൽ ടു ഈ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് വി ബൈ മോഡ് ബി. കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഡെൽ എഫ് ഡോട്ട് യു ആണ് നമുക്ക് വേണ്ട ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇപ്പോൾ ഡെൽ എഫ് കാണണം. സോ ഡെൽ എഫ് വേണമെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ്, അതായത് എഫ് എക്സ് കാണണം. ദെൻ എഫ് വൈ എഫ് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യാം.
then at to this point ഓരോന്നും at the point 110 കാൽക്കുലേറ്റ് ചെയ്യുക. then del f at 110 കാണുക. then directional derivative del f at 110 dot u dot bracket എടുക്കുക. okay. then second question, in what direction does f change most rapidly at p naught and what are the rate of change in this direction? ഏത് ഡയറക്ഷനിലാണ് മാക്സിമം ചേഞ്ച് വരുന്നതെന്ന്. അപ്പോൾ രണ്ട് ഡയറക്ഷനിൽ മാക്സിമം ചേഞ്ച് വരാം. ഒന്ന് മാക്സിമം ഇൻക്രീസ് വരുന്നു, ഒന്ന് മാക്സിമം അനദർ വൺ മാക്സിമം ഡിക്രീസ് വരുന്നത്. മാക്സിമം ഇൻക്രീസ് വരുന്ന ഡെൽ എഫിൻ്റെ ഡയറക്ഷനിൽ, മാക്സിമം ഡിക്രീസ് വരുന്ന മൈനസ് ഡെൽ എഫിൻ്റെ ഡയറക്ഷനിൽ. സോ ഇനി ആ വാല്യൂ മാക്സിമം ഇൻക്രീസ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് മോഡ് ഡെൽ എഫ്. മോഡ് ഡെൽ എഫ് കണ്ടാൽ മാക്സിമം ഇൻക്രീസ് ആയി, ദെൻ മൈനസ് മോഡ് ഡെൽ എഫ് കണ്ടാൽ മാക്സിമം ഡിക്രീസ് ആയി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുക.